ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞണ്ടാണ്. ഞണ്ടും കൂന്തലില്ലേ, അപ്പോൾ തലശ്ശേരിയിലെ കൂന്തൽ എന്നാണ് പറയുക. ഫ്രഷാണ് കിട്ടിയത്, കൂന്തൽ ഫ്രഷല്ല, ഞണ്ടൊക്കെ ഫ്രഷാണ്. അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവന്നാൽ തന്നെ ആദ്യം തന്നെ കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. കുഞ്ഞു ചട്ടി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇന്ന് വറവിനുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്യാണ്ട് ചെത്തിയിട്ടാണ് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു. തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് ഓയിലിൽ കടുക് പൊട്ടിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഈ ഞണ്ട് ഇട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ട് നല്ലോണം വേവിപ്പിക്കണം. കുറച്ച് ഞണ്ട് വേഗമുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പുറം എന്താണെന്ന് വെച്ചാൽ കൂന്തലും മുളകിട്ട് പുളിയും മുളകിടുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ വേറെ മീനൊന്നും കിട്ടിയില്ല, നമ്മൾ ഉമ്മക്ക് മുളകിട്ടല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നല്ല എരിവ് കൂട്ടുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചു പുളി ഒഴിച്ചിട്ട് അങ്ങനെ കറി റെഡിയായി ഗൈസ്. അപ്പോൾ അടുത്ത് നമുക്ക് കൂന്തലും മുളകിട്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അടുത്തുള്ളത് കൂന്തൽ ഫ്രൈ പൊരിക്കാനാണ്. അപ്പോൾ അതിനുള്ള മുളക്, മഞ്ഞളുടെ പൊടി, കുരുമുളക്, ഉപ്പൊക്കെ ഇട്ട് അത് നന്നായിട്ട് തിളക്കുന്ന അത് വെള്ളമാണ്, കൂന്തലിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ ബീട്രൂട്ട് വറവിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് അടുപ്പത്തിട്ടു. അങ്ങ് കൂന്തൽ ഫ്രൈ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബൈ.